ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കണ്ടാത്ത ഈ ഒരു ട്രാൻസിഷൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ്. സോ പല ഇറ്റുമോഷൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്ത XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ XML വേണ്ടവരെ ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ശേഷം നമുക്ക് ജസ്റ്റ് ബീറ്റിനനുസരിച്ച് ഈ കട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ട്രാൻസിഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റത്തെ കട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ടൈൽസ് എഫക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ഒരു മിററും ഇതും ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ബാക്ക് അടിച്ച ശേഷം നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക. ദെൻ നമുക്ക് ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ ആംഗിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആംഗിൾ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മുടെ ഫ്രീക്വൻസി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, ഒരു 4 ഒക്കെ ആക്കി കൊടുക്കുക. ദെൻ മാഗ്നിറ്റ്യൂഡും ജസ്റ്റ് ഒന്ന് ഒരു 200 ഒക്കെ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഷെയ്ക്ക് വരുന്നത് ലെഫ്റ്റിക്കും റൈറ്റിക്കുമാണ്. സോ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ സ്റ്റാർട്ടിങ്ങിലായൊരു ഷെയ്ക്ക് വേണ്ടത് ഈ ഒരു മേലെ നിന്ന് അടിക്കുള്ളതാണ്. സോ അപ്പോൾ അതിനെ എഫക്റ്റ് സെക്ഷൻ എടുക്കുക, ഓക്സിലേറ്റ് എടുക്കുക, ആംഗിൾ ജസ്റ്റ് ഒന്ന് 90 ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതേപോലെ അടിയിൽ നിന്ന് മേലേക്ക് വരുന്ന ഒരു ഷെയ്ക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ഓക്സിലേറ്റ് ഒന്നുകൂടെ എടുത്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് നീക്കി സെൻട്രലായിട്ട് ഇതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഈ സ്ക്രീനിൽ നിന്നാണ് ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് ബ്ലറിൽ മോഷൻ ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സൂം എഫക്റ്റ് ആണ്. സോ അതിനെ നമുക്ക് ജസ്റ്റ് ആഡ് എഫക്റ്റ് കൊടുക്കുക. ശേഷം നമുക്ക് സെർച്ചിൽ പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്യുക. ശേഷം സ്ട്രെങ്ത് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കുക, റെഡ്യൂസും ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി കൊടുക്കുക. ഫുള്ളാക്കണ്ട, ഒരു 1500 റെഡ്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കുക. സ്ട്രെങ്ത് ആണ് നമുക്കൊരു 0.50 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിലായിട്ട് ഈ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ഓക്കെ, ദെൻ ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി ആ ഒരു സൂമിങ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കട്ടിലായൊരു എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ക്ലിപ്സിൽ എന്താ നോക്കാം. ഈ ഒരു സൂമിങ് ആണ്. ഓക്കെ, ആ ഒരു സൂമിങ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാം. ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ശേഷം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോവുക. ഫസ്റ്റ് തന്നെ നമുക്ക് ടൈൽസ് എഫക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ മിററും ഇതും ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത ശേഷം ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ഈ ഒരു മോഷൻ ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം മോഷൻ ബ്ലർ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ആഡ് എഫക്റ്റ് കൊടുത്ത് ഓക്സിലൈറ്റ് ഒന്നുകൂടെ ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ എൻഡിലായിട്ടുള്ള ഒരു ഷേക്ക്. ഓക്കെ, ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് എൻഡിലുള്ള ഒരു ഷേക്ക്. സോ ഇപ്പോൾ നമുക്ക് ഓക്സിലൈറ്റ് എടുത്ത ശേഷം ഇത് 0 ആക്കി കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത് ലെഫ്റ്റിക്കും റൈറ്റിക്കും പോകുന്നത്. ഓക്കെ, ദെൻ മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഷേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഓക്സിലേറ്റ് ഒന്നുകൂടെ എടുത്തിട്ട് മാഗ്നിറ്റ്യൂഡ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത് എൻഡിലാക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം, ഒരു 4 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ആദ്യം എടുത്ത ആ ഒരു കട്ട്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിഞ്ച് ബൾജ് നേരത്തെ എഴുതി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ശേഷം നമ്മുടെ ഈ ഒരു കട്ട്സിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് കട്ട്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ തേർഡ് കട്ട്സിൽ അത്യാവശ്യം ഇത്തിരി അഗ്രസീവ് ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ്. ഓക്കെ, ഈ ഒരു ട്രാൻസിഷൻ. സോ തേർഡ് കട്ട്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു സൂമിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ആഡ് എഫക്റ്റിൽ പോയിട്ട് വീണ്ടും നമുക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യാം. ദെൻ അതിൻ്റെ എനേബിൾ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് എനേബിൾ ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. മോഷൻ ബ്ലർ ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ആഡ് എഫക്റ്റ് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ഓക്സിലേറ്റ് ആഡ് ആക്കിയ ശേഷം നമുക്കിതിൽ ആംഗിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആംഗിൾ നമുക്ക് റൈറ്റും ലെഫ്റ്റും ആണ് വേണ്ടത്. സോ അപ്പോൾ ആംഗിൾ ജസ്റ്റ് ഒന്ന് 0 ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഈ ഒരു ഫ്രീക്വൻസി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, ഒരു 4 ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഈ ഒരു മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, ഒരു 200 ആക്കാം. ഓക്കെ, എന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചൊന്ന് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. ശേഷം സ്ക്രീനിലാണെന്ന് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഷേക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു എൻഡിങ്ങിലുള്ള കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് കുറച്ച് നീക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള കീ ഫ്രെയിം ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നീക്കി കൊടുക്കുക, സെൻട്രലാക്കി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് 2 വട്ടം ആ ഒരു ഷേക്ക് എഫക്റ്റ് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഗ്രാഫ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റായിട്ടൊരു ഷേക്ക് എഫക്റ്റാണ്. സോ ഓക്സിലേറ്റ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഫ്രീക്വൻസി ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ശേഷം മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഒരു 5 ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ഫ്രീക്വൻസി കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഒരു പിഞ്ച് ബൾജ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകും. ഓക്കെ, ആ ഒരു പിഞ്ച് ബൾജിൻ്റെ ജസ്റ്റ് ഒരു ഗ്രാഫ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് ഈ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ദെൻ അപ്പുറത്തെ കട്ട്സിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എഫക്റ്റിൻ്റെ ഒക്കെ ആംഗിൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് 90 ആക്കി കാണിച്ചു തരാം. അടിയിലുള്ള ഈ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് കളയാം. ഓക്കെ ഓക്കെ, ഇനി ഈ എഫക്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് വലിക്കുക.
ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ആ ഒരു സെൻറ്ററിലാണെന്ന് ആ ഒരു ലൈൻ പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഫുള്ളായി കിട്ടും. ഓക്കെ, ഇനി ജസ്റ്റ് അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് മേലോട്ട് കൊണ്ടുപോയിട്ട് ഇതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ശേഷം നമ്മുടെ അടിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതിവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കത് ആ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ ഫുള്ളായിട്ട് വേണ്ടത്ര വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ആ ഒരു എഫക്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു മോഷൻ ബ്ലറൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാവും. ഓക്കെ, ഇവിടെയൊക്കെ അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കർവൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, സെറ്റാവും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബീറ്റിനനുസരിച്ച് ഈ ഒരു ട്രാൻസിഷൻ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു CC ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. സോ ഈ ഒരു CCയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.